മാഷേ. ആ ആരിത്? കൊറേ ആയല്ലട കണ്ടിട്ട്. വാ കയറിയിരിക്ക്. എന്തുണ്ടടാ വിശേഷം? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു മാഷേ. ഈ മഴയൊന്ന് നിന്നപ്പോ എന്തൊരു ചൂട്. എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, ഒന്നും വേണ്ട മാഷേ. ഞാൻ വന്നതേ ഒരു ചെറിയ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടേനും. സഹായ എന്തിനു മോനെ? അത് ചെറിയൊരു പൈസേൻ്റെ ആവശ്യമായിരുന്നു. മാഷിൻ്റെ അടുത്ത് ഉണ്ടെങ്കിലേ. എനിക്ക് എത്രയാ വേണ്ടേ? അതൊരു 3000 ഉണ്ടെങ്കിൽ ജിപേ അയച്ചെന്ന ഉപകാരേനു. ഓ ഇത്രയേ ഉള്ളൂ? നിന്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു പൈസയാണെന്ന്. ഇതിനാണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു? ഓണത്തിന് കിട്ടിയ ശമ്പളം ബോണസെല്ലാം അടിച്ച് പൊളിച്ച് തീർത്തിട്ടുണ്ടാവുമല്ലേ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു അക്കൗണ്ട് ഇപ്പം ബ്ലോക്കായി എന്നാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതിലാണെങ്കിൽ പൈസയും ഇല്ല. അല്ലെങ്കിൽ ഓൺലൈനിലൊന്നും വിശ്വസിക്കാനാവൂലെന്ന്. നീ ഇരിക്കെ, ഞാൻ പൈസ എടുത്തിട്ട് വരാം. അല്ല മാഷേ, എൻ്റെ മറ്റേ അക്കൗണ്ടിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം, അതിലേക്ക് അയച്ചാൽ മതി. പൈസ ഓൺലൈനായിട്ട് തന്നെ വേണം, അതാ. എന്തിനാടാ അങ്ങനെ? നിനക്ക് പൈസ കിട്ടിയാൽ പോരെ? അല്ല, അത് ഈ ഓണായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക നിന്നാൽ അമ്മയും ഓളെല്ലാം അടുക്കളയിൽ തന്നെ ആയി പോകും പോലും. പിന്നെ TV കാണാനും ബാക്കി പരിപാടിക്കൊന്നും സമയം കിട്ടൂല എന്ന്. പിള്ളേർക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ മതി എന്നാ പറയുന്നത്. ഇപ്പം ഈ ഓൺലൈനിലെല്ലാം ഓണസദ്യ കിട്ടുന്നുണ്ടല്ലോ, അതിപ്പോഴേ അങ്ങ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴല്ലേ ഈ അക്കൗണ്ട് ബ്ലോക്കായത് കണ്ട്. മോനെ, ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കാറ്. ഈ ഓണം എന്നല്ല പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് വീട്ടുകാരിൽ ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുമ്പോഴാണ് അതിനൊരു മാറ്റു കൂടുന്നത്, ബന്ധങ്ങൾ ദൃഢാവുന്നത്. TV മൊബൈലിൽ നോക്കിയിരുന്നാൽ ആ സന്തോഷം നമുക്ക് കിട്ടില്ല. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന സദ്യക്ക് ഒരാൾക്ക് 300-400 ആവൂലേ? അന്നേരം കുടുംബത്തിലെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ചെലവന്നെ എത്രയായി? ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് സദ്യ ഉണ്ടാക്കിയാൽ അതിൻ്റെ 1/4 പോലും ചെലവാവില്ല. പിന്നെ അന്നേരം കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര പൈസ കൊടുത്താലും ഈ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടൂല. അതെ, ഓള് വിമൻസ് ക്ലബിൻ്റെ ഓണാഘോഷത്തിൻ്റെ തിരക്കില. മലയാളം മങ്കയിലായിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ചോറും കറിയെല്ലാം വെക്കാൻ ഏടിയാ നേരം. ഉമ്മക്ക് കുറെ കാര്യം കൂടെ നോക്കണ്ടേ? ഇത് നമ്മുടെ അൽ ഹബീബി ഹോട്ടലിലെ പിരിപിരി മന്തിയാ. ഓണായിട്ട് അവിടെ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. നാളെ ഇതുപോലെ ഇറച്ചി മീനൊന്നുമില്ലേ? 3 കൂട്ട പായസമുള്ള നല്ല വെജിറ്റേറിയൻ സദ്യ തന്നെ ഓർഡർ ആക്കി. നീ 3000 ഉറുപ്പ്യ വേണമെന്നല്ലേ പറഞ്ഞ്? പറഞ്ഞുതരാം. ഈ ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒപ്പരം വേണ്ട കേട്ടാ. ഉപദേശിക്കാൻ വന്നിന് കോരങ്ങ. ഇയാളെല്ലാം ആരാ മാഷാക്കീന്? അയാളൊരു ഓണത്തിന്റെ സംസ്കാരം. ഉലകം പോര പോക്ക പാര തങ്കമെത്തില്ലാലേ, ഡിങ്കിരി ഡിങ്കാലേ മീനാച്ചി ഡിങ്കിരി ഡിങ്കാലേ, ഡിങ്കിരി ഡിങ്കാലേ മീനാച്ചി ഡിങ്കിരി ഡിങ്കാലേ, ഉലകം പോര പോക്ക പാര തങ്കമെത്തില്ലാലേ.